ഏറെ ബഹുമാനരും പ്രിയപ്പെട്ടവരുമായ വേദിയിലും സദസ്സിലുമുള്ള എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വിവിധ സ്കൂളുകളിൽ നിന്ന അധ്യാപകരെ, വിദ്യാർത്ഥിനികളെ, ഞാനൊരു പ്രസംഗത്തിന് മുതിരുന്നില്ല. ഇതിനൊക്കെ പ്രചോദനമേകുന്ന ഒരു വലിയ നീണ്ട നിരയാണ് ഈ സ്റ്റേജിലിരിക്കുന്നത്. പ്രിയപ്പെട്ട സിദ്ദീഖ് പരപ്പാര, മൊയ്തീൻകുട്ടി മാഷുണ്ട്, റഹ്മാൻ കെ ഉണ്ട്, ബഷീറുണ്ട്, ആബിദ് അലിയുണ്ട്, മുസ്തഫയുണ്ട്, ഒപ്പി ഉണ്ട്, വൈസ് പ്രസിഡന്റ്, അതുപോലെ തന്നെ ഈസയുണ്ട്, ബാനുക്കയുണ്ട്, എല്ലാവരുമുണ്ട്. പ്രിയപ്പെട്ട മധുവേട്ടനുണ്ട്, സുബൈറുണ്ട്, നൂറുണ്ട്, മുഹമ്മദ് അലിയുണ്ട്, വേലായുധനുണ്ട്, പ്രിയപ്പെട്ട വാജൻ മാഷുണ്ട്, നാസറുണ്ട്, മുസ്തഫയുണ്ട്. എല്ലാ പഞ്ചായത്തിൽ നിന്നുമുള്ള പ്രിയപ്പെട്ടവരായ ഈ മണ്ഡലത്തിൽ വിദ്യാഭ്യാസപരമായും വികസനപരമായും നല്ല നിലക്ക് മുന്നോട്ട് പോകണം എന്നാഗ്രഹിക്കുന്ന ഒരു വലിയ നീണ്ട നിരയുടെ സഹായകരമാകുന്ന ഒരുപാട് കരങ്ങളുടെ പിന്തുണയോടുകൂടിയാണ് പ്രിയപ്പെട്ട ആബിദയും ഷാഹിനയും അവിടെ തന്നെ ഇരിക്കുന്നു, റംല ഇവിടെയുണ്ട്, എല്ലാവരുമുണ്ട്. അവരുടെയൊക്കെ സഹായത്തോടു കൂടിയാണ് ഈ പദ്ധതികളും പ്രവർത്തനങ്ങളുമൊക്കെ നടക്കുന്നത്. ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ മക്കൾ, നിങ്ങൾ ഏറ്റവും നന്നായി പഠിക്കുകയും ഏറ്റവും നല്ല ഉയരങ്ങളിൽ എത്തുകയും ചെയ്യുക എന്നതാണ്. പരീക്ഷയാണ്, മത്സരമാണ്, മത്സരങ്ങളുടെ ഒരു കാലഘട്ടമാണ്, എല്ലാറ്റിനും മത്സരമാണ്. സ്വന്തം തൻ്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മത്സരങ്ങൾ നടക്കുകയാണ്. ആ മത്സരങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും സുപ്രധാനമായ ഒരു മത്സരമാണ് പരീക്ഷ, പഠന മേഖലകളിലുള്ള മത്സരം എന്ന് പറയുന്നത്. മറ്റുള്ളവരെ തോൽപ്പിക്കാൻ, അല്ലെങ്കിൽ വ്യക്തിപരമായി തോൽപ്പിക്കാൻ, അല്ലെങ്കിൽ സാമൂഹികപരമായി തോൽപ്പിക്കാൻ മത്സരിക്കുക എന്നതിനപ്പുറത്ത് തൻ്റെ പ്രാപ്തിയും വിജ്ഞാനവും വിദ്യാഭ്യാസവും ഉന്നതിയും ഉയരവും ഉണ്ടാക്കി കൊണ്ടുവരാനായി മത്സരിച്ച് മറ്റുള്ളവരെ പരാജയപ്പെടുത്താനുള്ള ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റോടു കൂടിയുള്ള, എഡ്യൂക്കേഷൻ ഡെവലപ്മെൻറ്റിന് വേണ്ടിയുള്ള, വിദ്യാഭ്യാസ മാറ്റങ്ങൾക്ക് വേണ്ടിയുള്ള, ഒരു ഉന്നമനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ മത്സരിക്കുമ്പോൾ അതിനൊരു സുഖമുണ്ട്. ആ മത്സരത്തിൽ നിങ്ങൾ, ആ സന്തോഷത്തിൽ നിങ്ങൾ ഉണ്ടാകണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇവിടെ CUT-യുടെ ഒരുപാട് യൂണിവേഴ്സിറ്റികളുണ്ട്, പുറത്ത് ഒരുപാട് യൂണിവേഴ്സിറ്റികളുണ്ട്. കേരളത്തെ ഒരു വിദ്യാഭ്യാസ ഹബാക്കി മാറ്റാനുള്ള പ്രവർത്തനങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെയൊക്കെ ആ തലങ്ങളിൽ നിങ്ങളൊക്കെ എത്തുക എന്നാണ് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്. അതെത്താൻ വേണ്ടിയുള്ള പ്രചോദനമാണ് ഞങ്ങളിവിടെ നൽകുന്നത്. ഇവിടെ സൈലം ഇൻസ്റ്റിറ്റ്യൂട്ട് അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. രാവിലെ ഞങ്ങളൊരു സ്കോളർഷിപ്പ് എക്സാം നടത്തി. അതിൽ ഏകദേശം ഒരു 100 കുട്ടികൾക്കെങ്കിലും സൗജന്യമായെങ്കിലും പഠിക്കാൻ വിവിധങ്ങളായ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ സൗകര്യം ചെയ്തു കൊടുക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തിയത്. ഇനി ഇതിൻ്റെ ഭാഗമായി പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാനിരിക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഒന്നുകൂടി പറയുന്നു, നിങ്ങളെല്ലാവരും പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങിയിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. കുറേ കുട്ടികൾ തോറ്റ കുട്ടികളുണ്ട്. പരീക്ഷയിൽ എഴുതാൻ വേണ്ടി അപേക്ഷ കൊടുത്ത ആളുകളുണ്ട്. ഒരു പേപ്പർ പോയി, അല്ലെങ്കിൽ 2 മാർക്കിന് പോയി, ഒക്കെ തോറ്റ കുട്ടികളുണ്ട്. പ്രിയപ്പെട്ട അധ്യാപകരോട് കൂടി പറയുകയാണ്, 1-ാം തീയതി മുതൽ 12-ാം തീയതിയാണ് പരീക്ഷ. അപ്പോൾ 1-ാം തീയതി മുതൽ 12-ാം തീയതി വരെ ആ തോറ്റ കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറായിരിക്കുന്നു. അതിന് നിങ്ങൾ സഹായിച്ചാൽ, അവർ രജിസ്റ്റർ ചെയ്താൽ അവരെ ജയിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്നുകൂടി നിങ്ങളെ അറിയിക്കുകയാണ്. ഞങ്ങളതിൻ്റെ ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ ആ കുട്ടികളെ എടുത്താൽ അവർക്ക് ഒരു ഓൺലൈനിൽ ക്ലാസ് ഞങ്ങൾ കൊടുക്കും. 12-ാം തീയതി അവർക്ക് പരീക്ഷ എഴുതാം. പാസ്സായി അവരും ഇതുപോലെ വരട്ടെ എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എല്ലാവരെയും ആ ഉന്നമനത്തിലേക്ക് കൊണ്ടുവരിക എന്നതാണ്. പക്ഷെ അതിൻ്റെയൊക്കെ കൂട്ടത്തിൽ എനിക്ക് പറയാനുള്ളത്, വിദ്യാഭ്യാസമായി നമുക്ക് മുന്നോട്ട് പോകാം, പഠിക്കാം, നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും. നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ 6000-ഉം 12,000-ഉം അല്ല, 12 ലക്ഷവും 6 ലക്ഷവും 10 ലക്ഷവും ശമ്പളം കിട്ടുന്ന ജോലികൾ നമുക്ക് കിട്ടാനുണ്ട്. കാനഡയിലും അമേരിക്കയിലും ജപ്പാനിലും ജർമ്മനിയിലും UK-യിലും ഒക്കെ പോയി പഠിക്കാം. അവിടെ പഠിക്കുന്നതോടൊപ്പം ജോലി ചെയ്യാം, ഒക്കെ ലഭിക്കും. അങ്ങനെ ലഭിക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെയൊക്കെ കൂടെ നിങ്ങളുടെ രക്ഷിതാക്കന്മാരുണ്ടാകും, അമ്മയും അച്ഛനും ഉണ്ടാകും, ബാപ്പയും ഉമ്മയും ഉണ്ടാകും. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ നേതൃനിര അധ്യാപകരടക്കമുള്ള ആളുകൾ നിങ്ങളുടെ കൂടെയുണ്ട്. അവരെയൊക്കെ മറന്നുകൊണ്ട് നിങ്ങളങ്ങ് പോയി ഉയരങ്ങളിൽ പോയത് കൊണ്ട് നിങ്ങളുടെ ആ വിദ്യാഭ്യാസത്തിന് വലിയ പ്രയോജനമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്കൊരു പ്രയോജനം വേണം. ആരെക്കൊണ്ട്? നിങ്ങളെക്കൊണ്ടൊരു പ്രയോജനം. ഇപ്പോൾ ഒരു കുട്ടി മെഡിക്കൽ കോളേജിൽ പഠിക്കണമെങ്കിൽ ഗവൺമെൻറ് ഏകദേശം 1.5 കോടി രൂപ നിങ്ങൾക്ക് വേണ്ടി ചിലവാക്കണം. 1.5 കോടി രൂപ നിങ്ങൾക്ക് വേണ്ടി ഒരു മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടി പഠിച്ചു കഴിയുമ്പോഴേക്ക് 1.5 കോടി രൂപ ഗവൺമെൻറ് ചിലവഴിക്കണം. ആ ചിലവഴിക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ പെട്ടിയിൽ നിന്ന് എടുത്തു തരുന്ന ഫണ്ടല്ല. ഞാനും നിങ്ങളുമൊക്കെ ഈ പേപ്പർ വാങ്ങിയാലും, ഈ എഴുതുന്ന പെന്ന് വാങ്ങിയാലും, നിങ്ങളുടെ ഡ്രസ്സ് വാങ്ങിയാലും, നിങ്ങളുടെ കണ്ണട വാങ്ങിയാലും, നിങ്ങളുടെ ചെരുപ്പ് വാങ്ങിയാലും, നിങ്ങൾ എന്താണ് രാവിലെ ബ്രഷ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ബ്രഷ് വാങ്ങുന്നതിന് കൂടി വാങ്ങുമ്പോൾ കൊടുക്കുന്ന അതിന് ടാക്സ് ഉണ്ടല്ലോ. ആ ടാക്സ് ശേഖരിച്ച് കൂട്ടി വെച്ചിട്ട്
ആണ് നമുക്ക് ഈ പണം ഗവൺമെൻറ് കോളേജുകളിലുള്ള കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചു, നമ്മൾ വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് സ്കൂളുകൾ നമ്മൾ ഏകദേശം 22ഓളം സ്കൂളുകൾ നമ്മളിവിടെ പുതിയ കെട്ടിടങ്ങൾ ഈ മണ്ഡലത്തിൽ മാത്രമായി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഗവൺമെൻറ് സഹായം വാങ്ങാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞത് വെറുതെ അല്ല, നമ്മുടെ പരിശ്രമം ഉണ്ടായതുകൊണ്ടാണ്. ആ പരിശ്രമത്തിന് സഹായകരമായത് നിങ്ങളാണ്. പക്ഷേ അത് നമ്മുടെ കൂടെ പൈസയാണ്, നമുക്ക് ലഭിക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചത് ഗവൺമെൻറ് അത്രയും പൈസ ചെലവഴിക്കുന്നുണ്ട്. അപ്പോൾ ഗവൺമെൻറ് ചെലവഴിക്കുന്നത് ഈ നാടിന് വേണ്ടി നിങ്ങളുടെ സഹായം വേണം എന്ന് പറയുന്നതിന് വേണ്ടിയാണ്. ഞാൻ സൂചിപ്പിച്ചത് ഗവൺമെൻറ്റിനാണെങ്കിലും നാടിനാണെങ്കിലും കുടുംബത്തിനാണെങ്കിലും നിങ്ങളൊരു അത്താണിയാണ്. നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ സാഹോദര്യം, നിങ്ങളുടെ ഐക്യം, ആ സൗഹാർദ്ദ മനോഭാവം ഒക്കെ നിലനിർത്തുന്ന തരത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകണം. പഠനം കൊണ്ടുപോയി ജപ്പാനിലും അമേരിക്കയിലും ജർമ്മനിയിലും ഒക്കെ പോയി പഠിച്ച് വലുതായി മാർക്ക് വാങ്ങി ജോലി വാങ്ങി അവിടെ തന്നെ താമസിച്ച് അവിടെ തന്നെ കല്യാണം കഴിച്ച് അവിടെ ഗ്രീൻ കാർഡ് വാങ്ങി എന്നിട്ട് പറ്റുമെങ്കിൽ ഉമ്മാനെയും പാപ്പാനെയാണ് കൊണ്ടുപോയി, അല്ലെങ്കിൽ അച്ഛനെയും അമ്മനെയാണ് കൊണ്ടുപോയി. ഞാൻ കൊണ്ടാകാൻ കഴിഞ്ഞില്ലെങ്കിൽ അച്ഛനെയും അമ്മനെ ഇവിടെ ഈ വലിയ പെരയിലിട്ട് ഓൽക്ക് നോക്കിയെങ്കിൽ നോക്കി കിട്ടിയെങ്കിൽ കിട്ടി എന്നുള്ള രൂപത്തിലാകുമ്പോൾ പിന്നെ അവർ പോകുന്നൊരു വൃദ്ധസദനത്തേക്കാണ്. ഇന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ വൃദ്ധസദനങ്ങളുള്ളത് തൃശ്ശൂർ ജില്ലയിലാണ്. കാരണം എല്ലാവരും അങ്ങ് പുറത്തേക്ക് പോയി പഠിക്കാൻ പോകുന്നു, അച്ഛനും അമ്മയും മാത്രമുണ്ടാകുന്നു. തിരുവല്ലയിലൂടെയും കോട്ടയത്തൂടെയും ഒക്കെയുള്ള ഗ്രാമപ്രദേശങ്ങളിലൂടെ ഇങ്ങനെ പോയാൽ 5 ഏക്കറിൽ വലിയ വലിയ പെരകൾ കാണാം. ആ പെരയിലൊന്നും ആരും ഉണ്ടാവില്ല, അച്ഛനും അമ്മയും ഉണ്ടാവും, ആരും നോക്കാനുണ്ടാവില്ല, അല്ലെങ്കിൽ അടച്ചിട്ടുണ്ടാവും. അപ്പം അങ്ങനെ ഒരു ഗതികേടിലേക്ക്, അങ്ങനെ ഒരു പ്രയാസത്തിലേക്ക്, അങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക് പോകാതെ സ്നേഹമാണ് ഏറ്റവും വലുത്, സാഹോദര്യമാണ് ഏറ്റവും വലുത് എന്നത് മനസ്സിലാക്കി വിദ്യാഭ്യാസം ആ സ്നേഹത്തിനും സാഹോദര്യത്തിനും സംസ്കാരത്തിനും ഉതകുന്ന തരത്തിൽ ഉപയോഗപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയണം. അങ്ങനെ കഴിയുമ്പോഴേ നിങ്ങൾ നല്ല മക്കളാകൂ, നിങ്ങൾ നല്ല പൗരന്മാരാകൂ, നിങ്ങൾ നല്ല ജനാധിപത്യത്തിൻ്റെ ഉത്തരവാദിത്തമുള്ള ഇന്ത്യക്കാരനാകൂ എന്ന ഒരു ബോധം നമുക്കെല്ലാവർക്കും ഉണ്ടാകണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഒന്നുകൂടി പറയുന്നു, ഈ മണ്ഡലത്തിൽ നിങ്ങൾക്ക് സ്കോളർഷിപ്പിന് വേണ്ടി പരീക്ഷ എഴുതി നിങ്ങൾക്ക് സ്കോളർഷിപ്പ് ലഭിക്കാനുള്ള സഹായം ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്യാൻ നിങ്ങളുടെ മുന്നിൽ ഇതുപോലെ ഒരുപാട് ഇൻഫർമേഷൻസ് ഞങ്ങൾ തരുന്നുണ്ട്. എല്ലാ വിധത്തിലുള്ള സഹായവും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ പുറമെ ആരെങ്കിലും ഇതിലൊക്കെ പെടാതെ പഠിക്കാൻ നല്ല അവസരമുണ്ടായിട്ട് പഠിച്ചിട്ട് നല്ല മാർക്ക് വാങ്ങിയിട്ട് സാമ്പത്തികമായി ആരെങ്കിലുമൊക്കെ വളരെ പിറകിൽ നിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ, അവർക്ക് പഠിക്കണമെന്നുള്ള ആഗ്രഹമുണ്ടെങ്കിൽ അത്തരം ആളുകളെയും പഠിപ്പിക്കാൻ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന് കൂടി അറിയിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി നിങ്ങളെല്ലാവരെയും അഭിവാദ്യവും അഭിനന്ദനവും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ജയ് ഹിന്ദ്. വേദിയിൽ ഒരുപാടേറെ